Hi friends. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷനാണ്. ഫങ്ഷൻസ് ഇൻ C++. ഓക്കെ, എങ്ങനെയാണ് ഫങ്ഷൻ വെച്ച് പ്രോഗ്രാം എഴുതുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം, we know that every C++ program starts its execution from main function. ശരിയല്ലേ? എല്ലാ പ്രോഗ്രാമിലും എന്തുണ്ടാവും? മെയിൻ ഫങ്ഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ പ്രോഗ്രാം. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ എല്ലാ പ്രോഗ്രാമിലും നമ്മളത് ഇൻറ്റ് മെയിൻ. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് എഴുതും അല്ലേ? ശരിയല്ലേ? ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം. ദെൻ എന്താ? നെയിം സ്പേസ് യൂസ് ചെയ്യും. യൂസിങ് എന്താ? നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് അല്ലേ? ദെൻ ഇൻറ്റ് മെയിൻ. ശരിയല്ലേ? ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കോഡുകൾ ഉണ്ടാവും, പ്രോഗ്രാം കോഡ്. ദറ്റ് ഈസ് every C++ program is starting its execution from main function. Okay, now when the program becomes larger, writing all list of instruction, ella code writing all list of instruction under a single main is very difficult to maintain. ശരിയല്ലേ? ദാറ്റ് ഈസ്, ഇപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചു? അപ്പോൾ നമ്മൾ മെയിനിൽ പ്രോഗ്രാം എഴുതുമ്പോൾ, ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കാം, ഇപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചു? നമുക്കൊരു സം സെറ്റ് ഓഫ് കോഡ്, ഇവിടെ സം സെറ്റ് ഓഫ് കോഡ് എന്ത് ചെയ്യാണ്ട് എക്സിക്യൂട്ട് ചെയ്യാണ്ട്. ഓക്കെ, ഇതേ സെയിം സെറ്റ് ഓഫ് കോഡ് തന്നെ, അല്ലെങ്കിൽ സെയിം സെറ്റ് ഓഫ് പ്രോഗ്രാം തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രോഗ്രാമിൻ്റെ വേറെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും സെയിം കോഡുകളാണ്. ഓക്കെ, വീണ്ടും പ്രോഗ്രാം ഇങ്ങനെ പോയി, വീണ്ടും എന്ത് ചെയ്തു? വീണ്ടും ഇതേ കോഡ് തന്നെ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്? എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ വീണ്ടും പ്രോഗ്രാം പോയി, ഇതേ സാധനം തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒരേ ഈ 4 ബോക്സിൻ്റെ ഉള്ളിലിട്ട കോഡുകളും എന്താണ്? സെയിം ആണ് വിചാരിച്ചോ. അപ്പോൾ ഇത് 4 പ്രാവശ്യം ഇതെന്ത് ചെയ്യുക? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്താ? കോഡിൻ്റെ ലെങ്ത്ത് കൂടുതലാണ്. കോഡിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ കൂടി വരും. ഓക്കെ, പക്ഷേ എന്താ? എല്ലാം സെയിം ആണ്, എല്ലാം സെയിം കോഡുകളാണേനും. ഓക്കെ, ഇങ്ങനെ ആകുമ്പോൾ, ഇങ്ങനെ ചെയ്യേണ്ട ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് എന്ത് ചെയ്യുക? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യേണ്ട സാധനത്തിന് ഇതിനൊരു സെപ്പറേറ്റ് ആക്കി വെക്കുക. ഈ കോഡിനെ സെപ്പറേറ്റ് ആക്കി വെക്കുക. ഓക്കെ, എപ്പോഴാണോ ഇത് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടുന്ന് എവിടെയാണോ ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അവിടുന്ന് നേരെ എന്ത് ചെയ്യുക? ഇവിടെ പോയി ഇത് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് എക്സിക്യൂട്ട് ചെയ്തു. ഇതാണ് ആ ബോക്സിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സാധനം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്ത്? ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു. വീണ്ടും പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തു. ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും പല പ്രാവശ്യമായിട്ട് എഴുതേണ്ട കാര്യമല്ല. ഇതെന്ത് ചെയ്യുക? ഒരു പ്രാവശ്യം എഴുതുക. എപ്പോഴൊക്കെയാണോ ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അവിടെ നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങോട്ട് പോയി അത് എക്സിക്യൂട്ട് ചെയ്യുക. എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരിക. യു ഗോട്ട് ദ ഐഡിയ? അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ഒരവസ്ഥ എന്താ? നമുക്ക് ഒഴിവാക്കാൻ പറ്റും. വി ക്യാൻ അവോയ്ഡ് റൈറ്റിംഗ് ഓഫ് ദ സെയിം കോഡ്. ഓക്കെ, റിപ്പീറ്റഡ്ലി ഇല്ലേ? നമുക്ക് ഓരോ പ്രാവശ്യം ഓരോ ഭാഗത്തും വേറെ എഴുതുന്നതിന് പകരം എന്ത് ചെയ്യുക? ഒരു ഭാഗത്ത് എഴുതി വെക്കുക. ആ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യുക? എപ്പോഴാണോ നമുക്ക് ആവശ്യം അവിടെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുക? അത് എക്സിക്യൂട്ട് ചെയ്യുക. തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് തന്നെ വരും. വീണ്ടും നമ്മൾ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുക. എപ്പോഴാണോ അത് എക്സിക്യൂട്ട് ചെയ്യണം അപ്പം എന്ത് ചെയ്യുക? നമ്മൾ അങ്ങോട്ട് പോവുക, ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുക, തിരിച്ച് വരിക. വീണ്ടും പ്രോഗ്രാം ഇങ്ങനെ ചെന്ന് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ തോന്നുന്നു. എപ്പോഴാണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്ത് ഇങ്ങോട്ട് പോവുക, അവിടെ എക്സിക്യൂട്ട് ചെയ്യുക, തിരിച്ച് വരും. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞതാ. അപ്പോൾ നമുക്കൊരു വലിയ പ്രോഗ്രാമിനെ ഇതുപോലുള്ള ചെറിയ മൊഡ്യൂളുകൾ അല്ലെങ്കിൽ ചെറിയ ഫങ്ഷനുകളാക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ
എന്നിട്ട് ഈ ഓരോ ഫംഗ്ഷനുകൾ അല്ലെങ്കിൽ ഓരോ മൊഡ്യൂൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഇങ്ങനെ ഇവിടുന്ന് വിളിച്ചാൽ മതി. ഓക്കെ, അതൊക്കെ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഓക്കെ, അടുത്തത് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഒരു എക്സാമ്പിൾ, ഒരു വളരെ സിമ്പിൾ എക്സാമ്പിൾ. നമ്മളൊരു ഹലോ പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം. എങ്ങനെ ഹലോ പ്രിൻ്റ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാം എങ്ങനെ നമ്മൾ എഴുതുക? ഇപ്പോൾ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? ഇപ്പോൾ ഇൻറ്റ് മെയിൻ എന്നിട്ട് എന്താ ഹലോ പ്ലസ് സി ഔട്ട് എന്താ ഹലോ എന്ന് പ്രിൻ്റ് ചെയ്തു. ദെൻ എന്താ റിട്ടേൺ 0. സംശയമില്ലല്ലോ. ഇത് നമ്മൾ എന്താ, ഇറ്റ് ഈസ് എ പ്രോഗ്രാം ടു പ്രിൻ്റ് ഹലോ. ഇനി നമുക്ക് ഹലോ പ്രിൻ്റ് ചെയ്യുന്നത് നമുക്കൊരു ഫംഗ്ഷൻ വെച്ച് എങ്ങനെ പ്രിൻ്റ് ചെയ്യാം, ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ഹലോ പ്രിൻ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സി ഔട്ട് ഹലോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫംഗ്ഷൻ ആക്കി എഴുതണം. ഓക്കെ, ഒരു ഫംഗ്ഷൻ ആക്കി എഴുതണം. ഓക്കെ, അപ്പോൾ ഫംഗ്ഷന് എന്ത് വേണം, ഫംഗ്ഷന് ഒരു പേര് വേണം. ഫംഗ്ഷന് എന്ത് വേണം, ഒരു പേര് വേണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഫംഗ്ഷൻ്റെ പേര് ഹലോ എന്നുള്ളതാണ്. എന്താണ് ഹലോ, ഫംഗ്ഷൻ്റെ പേരെന്താണ് ഹലോ. ഫംഗ്ഷൻ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റ് ഇങ്ങനെയാണ് എപ്പോഴും ഫംഗ്ഷൻ എഴുതുക. ഓക്കെ, ഇനി എന്താ, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹലോ പ്രിൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഹലോ പ്രിൻ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താ, സി ഔട്ട് എന്താ ഹലോ. സംശയമൊന്നുമില്ലല്ലോ. നമ്മൾ മെയിനിൽ എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫംഗ്ഷൻ ആക്കി എഴുതുന്നു. ദാറ്റ്സ് ഓൾ. ഇനി എനിക്ക് മെയിൻ എപ്പോഴും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്ന മെയിൻ എന്നാണ്. മെയിൻ എന്ന് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു, ഹലോ എപ്പോഴൊക്കെ പ്രിൻ്റ് ചെയ്യണം അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഹലോ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിളിച്ചാൽ മതി. ഓക്കെ, വെരി സിമ്പിൾ, ഹലോ. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ ഹലോ എന്ന് വിളിച്ചു. Execute whenever the statement hello is executed, the program control is transferred to this function call, to this function. But this is function definition. This is called എന്താണ്, function definition. Here the function is not returning any value to the calling program. നമ്മൾ ഈ ഇവിടേക്ക് വിളിച്ച ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് കൊടുത്തത്, void എന്ന് കൊടുത്തത്. ക്ലിയർ അല്ലേ? ദിസ് ഈസ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ആൻഡ് ഇതിന് പറയുന്ന പേര് ഫംഗ്ഷൻ ഹെഡർ എന്ന് പറയാം. ഇതാണ് എന്ത്, ഫംഗ്ഷൻ ഹെഡർ. ഫംഗ്ഷൻ ഹെഡർ. ദിസ് ഈസ് ഫംഗ്ഷൻ ബോഡി. ഈ ഓപ്പണിംഗ് ബ്രേസിനും ക്ലോസിംഗ് ബ്രേസിൻ്റെ ഇടയിൽ ഉള്ളിൽ കൊടുക്കുന്നതാണ് എന്ത്, ഫംഗ്ഷൻ ബോഡി ഓർ ബോഡി ഓഫ് ദ ഫംഗ്ഷൻ. ഓക്കെ, ഇതിനെയാണ് എന്താ പറയുന്നത്, ഫംഗ്ഷൻ കോൾ. ഇതാണ് എന്താണ്, ഫംഗ്ഷൻ കോൾ. കോളിംഗ് ദ ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഇവിടെ എഴുതി വെച്ചത് കൊണ്ട് കാര്യമല്ല, ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യണം, നമ്മൾ വിളിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി വേറൊരു കാര്യം, C++ൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, നമ്മൾ ഈ മെയിനിൻ്റെ പുറത്താണ് എന്തായാലും ഈ ഫംഗ്ഷൻ എഴുതുക. മെയിനിൻ്റെ പുറത്ത്. ഓക്കെ, മെയിനിൻ്റെ പുറത്ത് എഴുതുമ്പോൾ ഒന്നുകിൽ മെയിന് കഴിഞ്ഞിട്ട് എഴുതാം, ഇല്ലെങ്കിൽ മെയിനിൻ്റെ മുന്നേ എഴുതാം. മെയിനിൻ്റെ താഴെ എഴുതുമ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഇൻഫോം ദ കമ്പൈലർ ദാറ്റ് വി ആർ യൂസിങ് എ ഫംഗ്ഷൻ ലൈക്ക് ദിസ്, അതർവൈസ് ഇറ്റ് വിൽ ഷോ ആൻ എറർ മെസ്സേജ്. ഇതിന് പ്രോട്ടോടൈപ്പ് ഡിക്ലറേഷൻ എന്നാ പറയാം. അതായത് if we are writing the function definition after the main function, then you have to inform the compiler. Before calling this function, you have to inform the compiler that we are using a function like this. ഇപ്പോൾ ഹലോ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എന്ത് ചെയ്യണം, void. ഇത് മെയിനിൻ്റെ ഉള്ളിൽ എഴുതാം, മെയിനിൻ്റെ പുറത്ത് എഴുതാം. void എന്താ, ഹലോ എന്നുള്ള ഒരു ഫംഗ്ഷൻ. ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക, void ഹലോ. ദിസ് ഈസ് പ്രോട്ടോടൈപ്പ് ഡിക്ലറേഷൻ. ഫംഗ്ഷൻ ബോഡിയാണ് ഇവിടെ. ഇനി മെയിന് തുടങ്ങുന്നതിന് മുന്നെയാണ് ഫംഗ്ഷൻ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ഇത് മാറ്റി ഇത് നേരെ ഇവിടെ എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ എങ്ങനെ എഴുതും, ഇപ്പോൾ ഇത് മെയിനിൻ്റെ പുറത്താണ് എഴുതുന്നത് ജസ്റ്റ്. ഓക്കെ, മെയിനിൻ്റെ പുറത്താണ്. അപ്പോൾ എങ്ങനെ എഴുതണം,
ഇപ്പം എന്താ void ഹലോ എന്നെഴുതി, ഇതിൽ cout ഹലോ എന്നെഴുതി അല്ലേ. ഇനി എന്താ ഇൻറ്റ് മെയിൻ. എന്നിട്ട് എന്താ ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ ഹലോ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചു. റിട്ടേൺ 0. ഇതൊരു മോഡൽ. അപ്പോൾ എന്താ ഇവിടെ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഹലോ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ പിന്നെ ഡിക്ലറേഷൻ ആവശ്യമില്ല, ഇതന്നെ മതി. ഇനി അതല്ല മെയിൻ കഴിഞ്ഞിട്ടാണ് ഹലോ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കഴിഞ്ഞ് നേരെ എന്ത് ചെയ്യുക, void എന്താ ഹലോ എന്നെഴുതി, പിന്നെന്താ ഇൻറ്റ് മെയിൻ എഴുതി, പിന്നെന്താ ഇതിൽ ഹലോ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചു. ദെൻ എന്താ റിട്ടേൺ 0. ഇവിടെയാണ് എന്ത് void ഹലോ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, cout ഹലോ. ക്ലിയർ അല്ലേ? ഇവിടെ ഹാഷ് ഇൻക്ലൂഡ് ഒക്കെ ഉണ്ടേ. ഹാഷ് ഇൻക്ലൂഡ് stream using space. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടോടൈപ്പ് ഡിക്ലറേഷൻ എന്തിനാ, വി ആർ ഇൻഫോമിംഗ് ദ കമ്പൈലർ ദാറ്റ് വി ആർ യൂസിങ് എ ഫംഗ്ഷൻ ലൈക്ക് ദിസ് ഇൻ ദിസ് പ്രോഗ്രാം. ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇതിൽ എന്തൊക്കെ റിട്ടേൺ ടൈപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിട്ടേൺ ടൈപ്പ്, പിന്നെ അത് എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ്സിലേക്കൊക്കെ നമ്മൾ വരുന്നുള്ളൂ, നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഹലോ എന്ന് പ്രിൻ്റ് ചെയ്യാൻ ഒരു ഫംഗ്ഷൻ വെച്ച് പ്രോഗ്രാം എഴുതുന്ന 2 തരം. അപ്പോൾ ഇവിടെ പറഞ്ഞത്രേ ഉള്ളൂ, എന്താണ് ഈ ഫംഗ്ഷൻ നമുക്ക് എന്താ മെയിനിൻ്റെ പുറത്തും എഴുതാം, മെയിനിൻ്റെ താഴെയും എഴുതാം, മെയിനിൻ്റെ മുകളിലും എഴുതാം. മുകളിൽ എഴുതുമ്പോൾ നമുക്ക് എന്താ ഈ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഇല്ല. ഹിയർ ദ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇറ്റ് സെൽഫ്. ഓക്കെ, ഇനി അതല്ല, ഇഫ് യു ആർ റൈറ്റിംഗ് ദ ഫംഗ്ഷൻ ആഫ്റ്റർ ദ മെയിൻ ഫംഗ്ഷൻ, ദെൻ യു ഹാവ് ടു define a prototype. You have to declare prototype of the function. That's all. Okay, ഇതാണ് ഇപ്പോൾ ഹലോ വെച്ച്. ഇനി നമുക്ക് വെൽക്കം ടു C++ എന്ന് പറയുന്ന ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനും കൂടെ വേണം. അപ്പോൾ എന്താ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതാണെങ്കിൽ ഇപ്പോൾ എന്താ, ഇപ്പോൾ നമുക്ക് വെൽക്കം ടു C++. അപ്പോൾ എന്താ void എന്താ വെൽക്കം എന്നൊരു ഫംഗ്ഷൻ, ഇതിൽ cout എന്താ വെൽക്കം ടു C++ എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഇവിടെ പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഈ വെൽക്കം ടു C++ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷനെ മെയിനിൻ്റെ ഉള്ളിൽ നിന്ന് വിളിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഹലോ വിളിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, വെൽക്കം എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചു. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, പ്രോട്ടോടൈപ്പ് ഡിക്ലെയർ ചെയ്തു, void വെൽക്കം. ഇങ്ങനെ പ്രോട്ടോടൈപ്പ് ഡിക്ലെയർ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ വെറും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ, മെയിനിൻ്റെ താഴെ ഡിഫൈൻ ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ് ഇൻ ദിസ് സ്കോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു എറർ മെസ്സേജ് കാണിക്കും. നിങ്ങൾക്ക് കമ്പൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, പ്രോഗ്രാം എറർ കാണിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പ്രോട്ടോടൈപ്പ് ഒക്കെ ഡിക്ലെയർ ചെയ്തു, മെയിൻ എന്നാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഹലോ എന്ന് വിളിച്ചു. വെനവർ എന്താ ഹലോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എക്സിക്യൂട്ടഡ്, എന്ത് ചെയ്യും, ദ പ്രോഗ്രാം കൺട്രോൾ ഈസ് ട്രാൻസ്ഫേർഡ്. എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് ദിസ് ഫംഗ്ഷൻ ഈസ് എക്സിക്യൂട്ടഡ്. ഇപ്പോൾ cout ഹലോ എന്ന് പ്രിൻ്റ് ചെയ്തു. ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ത് ചെയ്യും, നെക്സ്റ്റ് കൺട്രോൾ എഗെയിൻ ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ കോളിംഗ് പ്രോഗ്രാം. എവിടുന്നാണോ ഫംഗ്ഷൻ വിളിച്ചത് അതിൻ്റെ തൊട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് വരും. ഇവിടേക്ക് തന്നെ വരില്ല, ഇവിടേക്ക് തന്നെ വന്നാൽ വീണ്ടും ഇവിടേക്ക് തന്നെ പോകും. ഇവിടുത്തെ ഐഡിയ. അപ്പോൾ എവിടുന്നാണോ ഫംഗ്ഷൻ വിളിച്ച് അത്
ഫംഗ്ഷൻ വിളിക്കുമ്പോൾ എന്ത് ചെയ്യും, നേരെ ഇവിടെ വന്ന് ഇത് എക്സിക്യൂട്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു. ഇനി എവിടേക്കാ പോകേണ്ടത്? അതിൻ്റെ തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെന്റിലോട്ടാ. ഇപ്പോൾ തൊട്ട് താഴെ ഇവിടെ എന്താ, വെൽക്കം എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷൻ കോളാണ്. അപ്പോൾ ഇവിടേക്ക് പോകും, കൺട്രോൾ ഇസ് ട്രാൻസ്ഫേർഡ് ടു എവിടെ, ടു ഹിയർ. ഇവിടെ എന്ത് ചെയ്യും, വെൽക്കം ടു സി പ്ലസ് പ്ലസ്, ഹലോ. പിന്നെ എന്ത് പ്രിന്റ് ചെയ്യും, വെൽക്കം ടു സി പ്ലസ് പ്ലസ് എന്ന് പ്രിന്റ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി ഞാൻ വേറെ ഐഡിയ പറയാം. ഇനി വെൽക്കം എന്നുള്ളത് നമ്മൾ എന്ത്, ഹലോൻ്റെ മുകളിലാണ് വിളിക്കുക. വെൽക്കം. അപ്പോഴോ, അപ്പോൾ എന്താ മെസ്സേജ് പ്രിന്റ് ചെയ്യുക? അപ്പോൾ ഹലോ ആദ്യം വരുമോ? ഇല്ല, വെൽക്കം എന്ന് പറയുന്ന ഫംഗ്ഷൻ ആദ്യം വിളിക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, വെൽക്കം ടു സി പ്ലസ് പ്ലസ് എന്ന് പ്രിന്റ് ചെയ്യും. ഇത് മുകളിൽ പ്രിന്റ് ചെയ്യും, വെൽക്കം ടു സി പ്ലസ് പ്ലസ്. എന്നിട്ട് ഇത് കഴിഞ്ഞ് ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അതിൻ്റെ അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് വരും. അടുത്ത സ്റ്റേറ്റ്മെന്റിൽ എന്താ, ഹലോ ആണ് വിളിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നേരെ ഹലോ എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് പോകും, ഹലോ പ്രിന്റ്. അപ്പോൾ വെൽക്കം ടു സി പ്ലസ് പ്ലസ് മുകളിലും വരും, ഹലോ താഴെയുമാണ് പ്രിന്റ് ചെയ്യുക. ഇങ്ങനെ പ്രിന്റ് ചെയ്യാം. ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇത് പറയാനുള്ള കാരണം എന്താ, ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിൻ്റെ ഓർഡറിലാണ്, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന ഓർഡറിൽ അല്ല. ക്ലിയർ അല്ലേ? ഫംഗ്ഷൻ എന്ത് ഓർഡറിൽ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യുക. ഫംഗ്ഷൻ ഏതാണോ ആദ്യം എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഏതാണ്, ഈ ഫംഗ്ഷൻ കോളിംഗിൻ്റെ ഓർഡറാണ്. ഏത് ഫംഗ്ഷനാണോ ആദ്യം വിളിച്ച് ആ ഫംഗ്ഷനാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. ഇത് വിളിച്ചാൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും, അതല്ല ഇതാണ് ആദ്യം വിളിച്ചാൽ ഇതാണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഫംഗ്ഷൻ എക്സിക്യൂഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തിൻ്റെ ഓർഡറാണ്, ഫംഗ്ഷൻ കോളിങ്ങിൻ്റെ ഓർഡറാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ദിസ് ഈസ് ആൻ വെരി സിമ്പിൾ പ്രോഗ്രാം യൂസിങ് ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ യൂസ് ചെയ്ത് പ്രോഗ്രാം എഴുതുമ്പോൾ എന്തൊക്കെ വേണം? ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ വേണം. ഫംഗ്ഷൻ ഡെഫിനിഷനിൽ എന്ത് വേണം? ഫംഗ്ഷൻ്റെ ഹെഡറും ഉണ്ടാവും, ഫംഗ്ഷൻ്റെ ബോഡി ഉണ്ടാവും. ഫംഗ്ഷൻ്റെ ഹെഡർ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ്റെ പേരും അതിൻ്റെ റിട്ടേൺ ടൈപ്പുമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫംഗ്ഷൻ്റെ ബോഡി എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിനാണ് ആ ഫംഗ്ഷൻ ബോഡി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പിന്നെ എന്ത് ചെയ്യണം? ആ ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഫംഗ്ഷനെ വിളിക്കണം. ഫംഗ്ഷൻ കോൾ. എന്താണ് ഫംഗ്ഷൻ കോൾ? ഓക്കെ, ഇനി മെയിനിൻ്റെ പുറത്താണ് നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതുക എന്ന് പറഞ്ഞു. മെയിൻ കഴിഞ്ഞിട്ടാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ എന്ത് ചെയ്യണം? ഒരു പ്രോട്ടോടൈപ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ജസ്റ്റ് എൻ ഇൻഫർമേഷൻ ടു ദ കമ്പൈലർ ദാറ്റ് വി ആർ യൂസിങ് ദിസ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ഇൻ ദിസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എന്താ റിട്ടേൺ ടൈപ്പ് എന്താ വെച്ചാൽ അത് ഈ ഫംഗ്ഷൻ്റെ പേര്, സെമിക്കോളൻ. ഇനി അതല്ല, മെയിൻ തുടങ്ങുന്നതിന് മുന്നെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താ ഈ ദിസ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഇസ് റീപ്ലേസ്ഡ് ബൈ ദ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ദാറ്റ്സ് ഓൾ. ക്ലിയർ അല്ലേ? ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം വലുതാകുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഡിവൈഡ് ചെയ്യും, ചെറിയ മൊഡ്യൂളുകളാക്കും എന്നൊക്കെ പറയും. ദാറ്റ് ഇസ് എ കൺസെപ്റ്റ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഈ ഇങ്ങനെ മൊഡ്യൂളുകളാക്കി ഡിവൈഡ് ചെയ്യുന്നതിന് നമ്മൾ ആ മൊഡ്യൂളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ദാറ്റ് ഈസ് ഫങ്ഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ്. ഏതൊക്കെയാ? ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും ഉണ്ട്. ഏതൊക്കെ? ബിൽറ്റ് ഇൻ ഫങ്ഷനും ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷനും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഹലോ എന്ന് പ്രിന്റ് ചെയ്യാനും വെൽക്കം ടു C++ എന്നൊക്കെ പ്രിന്റ് ചെയ്യാൻ എഴുതിയ പ്രോഗ്രാം ഏതിന് എക്സാമ്പിളാണ്? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. ഏതാണ്? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അതായത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ഫംഗ്ഷൻ എഴുതുക. ക്ലിയർ അല്ലേ? വി ആർ റൈറ്റിംഗ് അവർ ഓൺ ഫങ്ഷൻസ് ടു പെർഫോം അവർ ടാസ്ക്. നമ്മളുടെ ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ നമ്മൾ തന്നെ ഒരു ഫംഗ്ഷൻ എഴുതുക. അത്തരം ഫംഗ്ഷനാണ് എന്ത് പറയുന്നത്? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ C++ കമ്പൈലറുകൾ തന്നെ ചില പർപ്പസിന് വേണ്ടി സപ്ലൈ ചെയ്യുന്ന ഫംഗ്ഷനുകളെയാണ് എന്ത് പറയുന്നത്? ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ CLR SCR ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ സ്ക്രീൻ ടു ക്ലിയർ ദ സ്ക്രീൻ. വി ആർ യൂസിങ് CLR SCR.
അതുപോലെ ഗെറ്റ് ലൈൻ ഫംഗ്ഷൻ, ഗെറ്റ് ഫംഗ്ഷൻ, സ്ട്രിംഗ് ഫംഗ്ഷൻസ്, അങ്ങനെ ധാരാളം ഫംഗ്ഷൻ, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏതാണ്? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്തത്? ഡിസ്കസ് ചെയ്ത്. ഓക്കെ, C++ൻ്റെ കമ്പൈലറുകൾ തന്നെ സപ്ലൈ ചെയ്യുന്ന ഫംഗ്ഷനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഫംഗ്ഷനും ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഹെഡർ ഫയൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? മുകളിൽ ഇൻക്ലൂഡ് ചെയ്യും. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസാണ് മാത്ത്, അതുപോലെ പിന്നെ സ്ട്രിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിൻ്റെ ഹെഡർ ഫയൽ, അങ്ങനെ ഓരോ പിന്നെ ഹെഡർ ഫയലുകൾ നമ്മൾ എന്ത് ചെയ്യും? മുകളിൽ ഇൻക്ലൂഡ്, പ്രീ പ്രോസസ്സ് ഡയറക്റ്റീവായിട്ട് എന്ത് ചെയ്യും? ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ രണ്ട് തരമാണുള്ളത്. ഒന്ന് ബിൽറ്റ് ഇൻ ഫംഗ്ഷനും മറ്റേതെന്താണ്? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും. ഫസ്റ്റ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ഹലോ പ്രിന്റ് ചെയ്തതും അതുപോലെ വെൽക്കം ടു C++ എന്ന് പ്രിന്റ് ചെയ്തതൊക്കെ ഏതിന് എക്സാമ്പിളുകളാണ്? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എക്സാമ്പിളുകളാണ്. ഇനി അടുത്ത വേറൊരു പ്രോഗ്രാം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സം ഓഫ് ടു നമ്പേഴ്സ്. എന്താണ് സം ഓഫ് ടു നമ്പേഴ്സ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രോഗ്രാമാണ്. ഓക്കെ, എങ്ങനെ സം ഓഫ് ടു നമ്പേഴ്സ് എഴുതാം? അപ്പോൾ ഫംഗ്ഷൻ ഇല്ലാതെ നമ്മൾ എങ്ങനെ എഴുതും? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ? ഹാഷ് ഇൻക്ലൂഡ് എന്താ? IO സ്ട്രീം, ദെൻ എന്താ? യൂസിങ് നെയിം സ്പേസ് std, ദെൻ എന്താ? ഇൻഡ് മെയിൻ. ഇതിനെങ്ങനെ സം ഓഫ് ടു നമ്പേഴ്സ് കാണാൻ എന്താ? 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. ശരിയല്ലേ? ഇൻറ്റ് ABC അല്ലേ? AB റീഡ് ചെയ്യണം. എങ്ങനെ? CIN-A-B. 2 വേരിയബിൾ എയും ബിയും ഒന്നിച്ച് റീഡ് ചെയ്യാം. നമുക്കറിയാമല്ലോ, AB റീഡ് ചെയ്തു. ഇനി എന്താ? C = A+B. സമ്മ് കണ്ടു, C ഔട്ട് C, റിട്ടേൺ 0. ശരിയല്ലേ? This is the program to read 2 numbers from the keyboard, then find the sum. The result is stored in C and you are printing the result and stop. ഇത് നമ്മൾ എന്താ? ഫംഗ്ഷൻ ഇല്ലാതെ മെയിനിൽ നമ്മളുണ്ട് എഴുതിയത്. യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യാതെ നമ്മൾ എന്താ? മെയിനിൽ തന്നെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എഴുതി. ഇനി നമ്മളതൊരു ഫംഗ്ഷൻ വെച്ച് എഴുതുകയാണ്. എന്ത് ചെയ്താൽ മതി? നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇത് മാത്രം ഉള്ളൂ. എന്താ? ഇതിനെ നമ്മൾ എന്താക്കുക? ഒരു ഫംഗ്ഷൻ ആക്കുക. ഇതിനെ നമ്മൾ എങ്ങനെ ഫംഗ്ഷൻ ആക്കുക? ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വോയിഡ് എന്താ? സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആക്കി. എന്നിട്ട് എന്താ? അപ്പോൾ ഇൻറ്റ് മെയിൻ നമ്മൾ എന്ത് ചെയ്തു? സം എന്ന് പറയുന്ന ഈ ഫംഗ്ഷനെ വിളിച്ചു. പോരെ? ഇത് മനസ്സിലായില്ലേ? ശരിയല്ലേ? മെയിനെന്ന് തുടങ്ങി സം എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചു, നേരെ ഇവിടെ വന്നു. ഇവിടെ എന്ത് ചെയ്തു? 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, AB റീഡ് ചെയ്തു, സമ്മ് കണ്ടു, സം പ്രിന്റ് ചെയ്തു, റിട്ടേൺ 0 ഇല്ല. ഇത് മെയിനിലാണ് നമ്മൾ റിട്ടേൺ 0 കൊടുക്കുന്നത്. ദാറ്റ്സ് ആൾ. ക്ലിയർ അല്ലേ? എഡിറ്റിയോ? ഇനി നമ്മളെന്താ? അപ്പോൾ ഈ മെയിനിൽ എഴുതിയ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഫംഗ്ഷൻ്റെ ഒരു പേര് കൊടുത്തു, വേറെ ഫംഗ്ഷനാക്കി വെച്ചു എന്ന് മാത്രം. ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്തു? കോൾ ചെയ്തു. ദാറ്റ്സ് ആൾ. ഓക്കെ, ഇനി നമ്മളിവിടെ എന്ത് ചെയ്തു? ഇപ്പോൾ ഫംഗ്ഷൻ മെയിനിൻ്റെ മുന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഫംഗ്ഷൻ എഴുതിയത്. ഇനി മെയിൻ കഴിഞ്ഞിട്ടാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിലോ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു ഫംഗ്ഷൻ ഡിക്ലറേഷൻ കൊടുക്കണമെന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം ഡിസ്കസ് ചെയ്താൽ എന്താ? സം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ നമ്മൾ മൊത്തം എല്ലാ കാര്യവും എഴുതി, ആ സം എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ മെയിനിൻ്റെ ഉള്ളിൽ ABC എന്ന് പറയുന്ന 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഫംഗ്ഷൻ്റെ ഉള്ളിൽ AB റീഡ് ചെയ്തു. ഓക്കെ, C = A+B എഴുതുന്ന പോലെ അത് നമ്മൾ എന്ത് ചെയ്തു? സം എന്ന് പറയുന്ന ഫംഗ്ഷനിലോട്ട് പോയി. ഇവിടെ എന്താ? വോയിഡ് എന്താണ്? സം. ഇവിടെ നമുക്ക് C = A+B, then എന്താ? C ഔട്ട് C. ഇങ്ങനെ എഴുതാൻ പറ്റൂല. ക്ലിയർ ആണോ? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഈ ABC എന്ന് പറയുന്നത് എവിടെയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? മെയിനിൻ്റെ ഉള്ളിലാണ്. എവിടെയാണ്? മെയിനിൻ്റെ ഉള്ളിലാണ്.
ഇത് മെയിനിൻ്റെ ഉള്ളിൽ. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നതോ മെയിനിൻ്റെ പുറത്താണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന പേരിൽ ഇതിന് പറയുന്ന പേര് ലോക്കൽ വേരിയബിൾസ് എന്നാ പറയാം. എന്താ പറയാ? ലോക്കൽ വേരിയബിൾസ്. അപ്പോൾ എന്താ ലോക്കൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ലോക്കൽ വേരിയബിൾസ് ആർ ദ വേരിയബിൾസ് വിച്ച് ആർ ഡിക്ലയേർഡ് ഇൻസൈഡ് എ ഫംഗ്ഷൻ. ഓക്കെ, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ, ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ എന്താണ്? അതിൻ്റെ ലോക്കൽ. ഇവിടെ മെയിനിൻ്റെ ഉള്ളിലാണ് ഈ ABC എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ്? ദീസ് ആർ ലോക്കൽ വേരിയബിൾസ്. ദീസ് ആർ ലോക്കൽ വേരിയബിൾസ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താ? ദ സ്കോപ്പ് ഓഫ് ദ ലോക്കൽ വേരിയബിൾസ്, ദ സ്കോപ്പ് ഓഫ് ദ ലോക്കൽ വേരിയബിൾസ് ആർ ഓൺലി വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ, are only within that function in which that variables are declared. ഈ വേരിയബിൾ എവിടെയാണോ, ഏത് ഫംഗ്ഷൻ്റെ ഉള്ളിലാണോ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ മാത്രമേ ഈ ABCനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ഈ ABC എന്ത് ചെയ്യാൻ പറ്റൂല? മെയിനിൻ്റെ പുറത്ത് യൂസ് ചെയ്യാൻ പറ്റൂല. ദാറ്റ് ഇസ് വൺ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ക്ലിയർ? ലോക്കൽ വേരിയബിളുണ്ട്, ഗ്ലോബൽ വേരിയബിളുണ്ട്. The global variable are the variables which are declared outside of all the functions. ഇവിടെ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ, ഇപ്പോൾ ഇവിടെ ഇൻഡ് ABC ഇവിടെ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ അതെന്താ? ഗ്ലോബൽ വേരിയബിളാ. ഇൻഡ് XYZ, ഇവിടെ XYZ എന്ന് പറയുന്ന വേരിയബിളുകളുടെ സ്കോപ്പ് എന്ന് പറയുന്നത് ഗ്ലോബൽ വേരിയബിൾസ് ആണ്. എന്താണ്? ഗ്ലോബൽ വേരിയബിൾസ് ആണ്. ഗ്ലോബൽ വേരിയബിൾസിന് ഏത് ഫംഗ്ഷന് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്കിവിടെ ഈ ലോക്കൽ തന്നെ പറഞ്ഞിട്ട് അത് തീർക്കാം. ഓക്കെ, ലോക്കൽ വേരിയബിൾ. അപ്പോൾ ലോക്കൽ വേരിയബിൾ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ലോക്കൽ വേരിയബിൾ ആർ ദ വേരിയബിൾസ് വിച്ച് ആർ ഡിക്ലയേർഡ് ഇൻസൈഡ് എ ഫംഗ്ഷൻ. ദീസ് വേരിയബിൾ എന്താണ്? These variable can be accessed. These variable can be accessed or used only within that function. Only within that function. അപ്പോൾ ഈ ഫംഗ്ഷന് എന്താ അറിയില്ല? ഈ എനെയും ബിനെയും സിനെയും ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഈ എനെയും ബിനെയും മെയിനിൽ നിന്നാണ് നമ്മൾ റീഡ് ചെയ്ത് ഇതിൻ്റെ സ്കോപ്പ് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ എൻ്റെയും ബിൻ്റെയും വാല്യൂവിന് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം, അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ സം എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എനെയും ബിനെയും നമ്മൾ എന്ത് ചെയ്യണം? പാസ് ചെയ്യണം. എൻ്റെ വാല്യൂവിനും ബിൻ്റെ വാല്യൂവിനും നമ്മൾ എന്ത് ചെയ്യണം? പാസ് ചെയ്യണം. ഇപ്പം എന്തുകൊണ്ടാണ് എൻ്റെയും ബിൻ്റെയും വാല്യൂ പാസ് ചെയ്യേണ്ട ആവശ്യം വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് പാസ് ചെയ്യേണ്ടത്? ഈ എയും ബിയും സി ഒക്കെ എവിടെയാണ്? മെയിനിൻ്റെ ഉള്ളിലാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ? ഈ വേരിയബിൾസ് ഒന്നും എവിടെ യൂസ് ചെയ്യാൻ പറ്റൂല? ഇവിടെ യൂസ് ചെയ്യാൻ പറ്റൂല. ഇതൊക്കെ തെറ്റാ. യു ഗോട്ട് ഐഡിയ? ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? എക്കും ബിനെയും എൻ്റെ വാല്യൂവിനും ബിൻ്റെ വാല്യൂവിനും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷനിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കണം, അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? റിസീവ് ചെയ്യണം. എൻ്റെയും ബിൻ്റെയും വാല്യൂ റിസീവ് ചെയ്യണം. എൻ്റെയും ബിൻ്റെയും വാല്യൂ രണ്ട് വാല്യൂ റിസീവ് ചെയ്യണം. രണ്ട് വാല്യൂ റിസീവ് ചെയ്യാൻ എന്താ? XY. അപ്പോൾ XY എന്ത് ടൈപ്പ് ആയിരിക്കണം? എക്സും വൈയും എന്ത് ടൈപ്പ് ആയിരിക്കണം? എൻ്റെയും ബിൻ്റെയും ടൈപ്പ് ആയിരിക്കണം. എൻ്റെയും ബിൻ്റെയും ടൈപ്പ് എന്താ? ഇൻറ്റിജറാണ്. അപ്പോൾ എന്താ? ഇൻറ്റ് XY. ഇത് XY. ഇനി ഇത് ഇങ്ങനെ എഴുതാം, ഇല്ലെങ്കിൽ നമുക്ക് എന്താ എഴുതാം? ഇവിടെ ഈ ഇതിനെയാണ് പറയുന്നത് ആർഗ്യുമെന്റ്സ് എന്നാ പറയാം, അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്നാ പറയാം. ഓക്കെ, ഇങ്ങനെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എഴുതുന്ന പാരാമീറ്റേഴ്സിന് പറയുന്ന പേരാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ഇതിന് പറയുന്ന പേര് എന്താണ്? ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ഇവിടെ റിസീവ് ചെയ്യുന്ന ഫംഗ്ഷൻ ഡെഫിനിഷനിലുള്ള പാരാമീറ്റേഴ്സിന് പറയുന്ന പേരാണ് എന്ത്? ഫോർമൽ പാരാമീറ്റേഴ്സ്. എന്താ പറയാ? ഫോർമൽ പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ ഫോർമൽ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? എക്സും വൈയും ആണ്. കാരണം എന്താ? എയും ബി രണ്ടെണ്ണം പാസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ രണ്ടെണ്ണം റിസീവ് ചെയ്യാനും വേണം. എക്സിൻ്റെ വൈൻ്റെ ടൈപ്പ് എന്തായിരിക്കും? എൻ്റെയും ബിൻ്റെ ടൈപ്പ് ആയിരിക്കും. എൻ്റെയും ബിൻ്റെ ടൈപ്പ് എന്താ? ഇൻറ്റിജർ ആണ്. അപ്പോൾ എക്സിൻ്റെ വൈൻ്റെ ടൈപ്പ് എന്തായിരിക്കണം? ഇൻറ്റിജർ തന്നെ ആയിരിക്കണം. ക്ലിയർ അല്ലേ? ഇനി നമുക്കിത് ഇങ്ങനെ എഴുതാം, ഇല്ലെങ്കിൽ നമുക്ക് ഒരു മോഡലും കൂടെ എഴുതാം. എങ്ങനെ എഴുതാം? ഇവിടെ തന്നെ നമുക്ക് എന്ത് എഴുതാം?
ഇൻറ്റ് എക്സ് കോമ ഇൻറ്റു വൈ ഇങ്ങനെ എഴുതാം, ഇങ്ങനെയും എഴുതാം, രണ്ട് തരത്തിലും എഴുതാം. ക്ലിയർ അല്ലേ? ഇപ്പം എന്ത് ചെയ്തു? എൻ്റെ വാല്യൂ എവിടെ വന്നു? എക്സിൽ വന്നു. ബീൻ്റെ വാല്യൂ എവിടെ വന്നു? ബീൻ്റെ വാല്യൂ എവിടെ വന്നു? വൈയിലും വന്നു. അപ്പോൾ എക്സിൽ എന്തപ്പോൾ പിന്നെ നമ്മൾ എ ബി റീഡ് ചെയ്തപ്പോൾ എക്ക് നമ്മൾ 100 എന്ന് കൊടുത്തു, ബിക്ക് നമ്മൾ എന്ത് കൊടുത്തു? 200 എന്ന് കൊടുത്തു. ദാറ്റ് 100 ആൻഡ് 200 ആർ പാസ്ഡ് ടു ദ ഫംഗ്ഷൻ സം. അപ്പോൾ എക്സിൽ എന്തുണ്ടാവും? 100 ഉണ്ടാവും, വൈയിൽ എന്തുണ്ടാവും? 200 ഉണ്ടാവും. അപ്പോൾ എ ബി എന്ന് പറയുന്നത് 100 200 അത് ഏതിലോട്ട് കോപ്പി ചെയ്തു? എക്സിലോട്ട് കോപ്പി ചെയ്തു. എക്സിൽ എന്തായി? 100 ആയി. ബിൻ്റെ വാല്യൂ 200 എന്ന് പറയുന്നത് ഏതിൽ കോപ്പി ചെയ്തു? വൈയിൽ കോപ്പി ചെയ്തു. അപ്പോൾ എക്കും ബിക്കും ഇങ്ങോട്ട് കടക്കാൻ പറ്റൂല. ഇങ്ങോട്ട് കടക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? എൻ്റെയും ബിൻ്റെയും വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു. അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തപ്പോൾ അവിടെ രണ്ടാൾ എന്ത് വേണം? റിസീവ് ചെയ്യാനും വേണം. ആ രണ്ട് റിസീവ് ചെയ്യാനുള്ള ആളാണ് എക്സും വൈയും. ഇനി എന്ത് ചെയ്താൽ മതി? ഇൻറ്റിജർ സെഡ്, ഇവിടെ ഒരു ലോക്കൽ വേരിയബിൾ. ഇതെന്താ? സെഡ് എന്ന് പറയുന്നത് ഒരു ലോക്കൽ വേരിയബിളാണ്. ഏതിൻ്റെ ലോക്കൽ വേരിയബിളാണ്? സം എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലോക്കൽ വേരിയബിളാണ്. എന്നിട്ട് എന്ത് ചെയ്തു? സെഡ് ഈസ് ഈക്വൽ ടു എന്താ കൂട്ടണ്ടേ? എക്സ് പ്ലസ് വൈ. സെഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. ഇനി എന്ത് ചെയ്താൽ മതി? സി ഔട്ട് എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? സെഡ് പ്രിന്റ് ചെയ്തു. ഇപ്പോൾ എന്ത് ചെയ്തു? സം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിളിച്ചു. വി ആർ പാസിംഗ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി ടു ദിസ് ഫംഗ്ഷൻ. Okay, the values of a and b are copied to x and y, and we are finding the sum using these two values, using these two variables, that is x plus y. Okay, z is equal to x plus y, and I am printing the value of z. You got the idea? Ini enda ivide here we are defining the function after the main. So you have to declare prototype. And the prototype for example the void, what is the function name? Sum. Then and the രണ്ട് parameters ഏതൊക്കെയാ? int. അതായത് we are informing the compiler. എന്താണ്? The statement is used to inform the compiler that I am using a function named sum. Okay, with the return type void, with the no return type, and which receives two arguments of type integer. ഇതിന് വേരിയബിളിന്റെ പേരൊന്നും കൊടുക്കണമെന്നില്ല, ജസ്റ്റ് ഡാറ്റ ടൈപ്പ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്തു? കമ്പൈലറിന് ഇൻഫർമേഷൻ കൊടുത്തു. ഇറ്റ് ഇസ് പ്രോട്ടോടൈപ്പ് ഡിക്ലറേഷൻ. മെയിന് ഡിക്ലെയർ ചെയ്തു. മെയിന് എന്ത് ചെയ്തു? മെയിന് തുടങ്ങി എന്ത് ചെയ്തു? എ ബി സി 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എ ബി റീഡ് ചെയ്തു. അപ്പോൾ എ ബി റീഡ് ചെയ്തപ്പോൾ എ 100 ബി 200 എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? സം എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിച്ചു. നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായി എന്തായാലും പാരാമീറ്റർ പാസ് ചെയ്യണം. കാരണം എന്താ? ഈ പാരാമീറ്റർ പാസ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ എന്റെ ബിന്റെ വാല്യൂ ഇവിടേക്ക് കിട്ടൂല. ദാറ്റ് ഇസ് എ കൺസെപ്റ്റ്. മനസ്സിലായോ? കാരണം എന്താ? ഈ മെയിനിന്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ since these variables are local variables, the scope of these variables are only within this function. ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രമാണ് എന്തുള്ളത്? അതിന്റെ സ്കോപ്പ് ഉള്ളത്. So we are passing the values. അപ്പോൾ എക്സിൽ വൈയിൽ കോപ്പി ചെയ്തു. എന്ത് ചെയ്തു? സെഡ് ഒരു ലോക്കൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. സമ്മ കണ്ടു. സമ്മ ഇവിടെ തന്നെ പ്രിന്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി അടുത്തൊരു മോഡൽ. ഈ സമ്മ നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യണം. എവിടെ പ്രിന്റ് ചെയ്യണം? മെയിനിൽ തന്നെ പ്രിന്റ് ചെയ്യണം. ഓക്കെ, സമ്മ കണ്ടു. സമ്മ ഈ പ്രോഗ്രാമിൽ സമ്മ ഈ ഫംഗ്ഷനിലാണ് പ്രിന്റ് ചെയ്തത്. ഇനി ഐ വാണ്ട് ടു പ്രിന്റ് ദ റിസൾട്ട് ഇൻ ദ മെയിൻ പ്രോഗ്രാമിൽ എന്ത് ചെയ്യണം? സമ്മ പ്രിന്റ് ചെയ്യണം. അപ്പം എന്ത് ചെയ്യണം? ഈ സി ഔട്ട് സെഡ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഈ സെഡിനെ റിട്ടേൺ ചെയ്യണം. എവിടേക്ക് റിട്ടേൺ ചെയ്യണം? കോളിംഗ് പ്രോഗ്രാമിലോട്ട് റിട്ടേൺ ചെയ്യണം. ഇതാണ് കോളിംഗ് പ്രോഗ്രാം. ഇവിടേക്ക് റിട്ടേൺ ചെയ്തു. ഇവിടേക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ ഈ സെഡിനെ എന്ത് ചെയ്യണം? നമ്മൾ റിസീവ് ചെയ്യണം. ഈ സെഡ് എന്ന് പറയുന്ന വാല്യൂസിനെ റിട്ടേൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? റിസീവ് ചെയ്യണം. അപ്പോൾ ഇത് റിട്ടേൺ ചെയ്യുന്ന സെഡ് എന്ന് പറയുന്നത് ഇൻറ്റിജറാണ്. അപ്പോൾ ഇതെന്താ? ഇൻറ്റ്.
ഈ റിട്ടേൺ ടൈപ്പ് എന്താ? ഇൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ റിസീവ് ചെയ്യാൻ എന്ത് കൊടുക്കണം? സി ഈക്വൽ ടു എന്ന് എടുത്താൽ ദാറ്റ് എന്താ? ദ വാല്യൂ ഓഫ് z വിച്ച് ഇസ് റിട്ടേൺഡ് ഫ്രം ദ ഫംഗ്ഷൻ സം ഈസ് സ്റ്റോർഡ് ഇൻ സി. ഇനി എന്ത് ചെയ്താൽ മതി? സി ഔട്ട് എന്താ? സി. നിങ്ങൾക്ക് ഐഡിയ? അപ്പോൾ തന്നെ മുന്നേ എഴുതിയത് നമ്മൾ ഇവിടെ തന്നെ z പ്രിന്റ് ചെയ്തു. ഇനി അടുത്ത മോഡൽ എന്താ? നമ്മൾ എന്ത് ചെയ്തു? ഈ z-നെ നമ്മൾ എന്ത് ചെയ്യണേ? എവിടുന്നാണ് വിളിച്ച് അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യണേ? തിരിച്ച് അങ്ങോട്ട് അയക്കണം, അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്താ? റിട്ടേൺ സെറ്റ്. അപ്പോൾ ഇവിടെ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഫംഗ്ഷൻ്റെ ഡാറ്റ ടൈപ്പ് എന്താ? ഇൻറ്റ് ആണ്. ഓക്കെ, ഇൻറ്റ്. അപ്പോൾ ഇവിടെ വോയിഡ് മാറ്റി എന്താക്കുക? ഇൻറ്റ് ആക്കുക. ഇവിടെ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ റിസീവ് ചെയ്യണം. ആ റിസീവ് ചെയ്യാനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സി ഈക്വൽ ടു ദെൻ സി ഔട്ട് സി. അപ്പോൾ നമ്മൾ ലോക്കൽ വേരിയബിൾസും ഗ്ലോബൽ വേരിയബിൾസും പറഞ്ഞിരുന്നു. ഓക്കെ, ഇപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ ചെയ്തതിൽ നമ്മൾ ലോക്കൽ വേരിയബിൾസ് ആണ് യൂസ് ചെയ്തത്, ശരിയല്ലേ? അപ്പോൾ ലോക്കൽ വേരിയബിൾസ് എന്താന്ന് പറഞ്ഞു? ലോക്കൽ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ലോക്കൽ വേരിയബിൾസ് ആർ ദ വേരിയബിൾസ് വിച്ച് ആർ ഡിക്ലയേർഡ് ഇൻസൈഡ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിളിനാണ് എന്ത് പറയുന്നത്? ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താ? ദ സ്കോപ്പ് ഓഫ് ദ ലോക്കൽ വേരിയബിൾ. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അത് എവിടേക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള പറയുന്നത്. ദ സ്കോപ്പ് ഓഫ് ദ ലോക്കൽ വേരിയബിൾസ് ആർ എന്താ? only within that function in which that local variables are declared. Okay, here a b c, these variables are declared inside the main function, so these variables can be used only within this function. We cannot use this variable outside of the main function. Clear alle? ഇനി ഗ്ലോബൽ വേരിയബിൾ എന്താന്ന് പറയാം. എന്താ ഗ്ലോബൽ വേരിയബിൾ? ഗ്ലോബൽ വേരിയബിൾസ് ആർ ദ വേരിയബിൾസ് വിച്ച് ആർ ഡിക്ലയേർഡ് ഔട്ട്സൈഡ് ഓഫ് ഓൾ ദ ഫങ്ഷൻസ്. എവിടെയാണ്? ഔട്ട്സൈഡ് ഓഫ് ഓൾ ദ ഫങ്ഷൻസ്. എല്ലാ ഫംഗ്ഷൻ്റെയും പുറത്ത് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിളിനാണ് എന്ത് പറയുന്നത്? ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ എ ബി സിനെ നമ്മൾ അപ്പോൾ ഗ്ലോബൽ വേരിയബിൾസിൻ്റെ പ്രത്യേകത എന്താ? The global variables can be accessed. The global variables can be accessed by all the functions in the program. എല്ലാ ഫംഗ്ഷനും എന്ത് ചെയ്യാൻ പറ്റും? ഗ്ലോബൽ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റും. There is no restriction. ക്ലിയർ അല്ലേ? എല്ലാ ഫംഗ്ഷനും ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഗ്ലോബൽ വേരിയബിളിനെ ആക്സസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എ ബി സി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഡിക്ലെയർ ചെയ്തു വിചാരിച്ചാൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നമ്മളെന്താ? അപ്പോൾ ഇൻറ്റ് മെയിൻ എഴുതി, ഇവിടെ എഴുതി, ലാസ്റ്റ് റിട്ടേൺ 0. ഇത് ആദ്യത്തെ പ്രോഗ്രാമിലുണ്ട്. ഓക്കെ, ഇനി എന്താ? വേരിയബിൾസ് നമ്മൾ ഇവിടെ ഡിക്ലെയർ ഇൻറ്റ് ABC. Suppose these ABC are declared globally. മെയിനിൻ്റെ പുറത്താണ്, ഈ ഫംഗ്ഷൻ്റെ ഒക്കെ പുറത്താണ് ABC ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വേരിയബിൾസ് എന്താണ്? ഗ്ലോബൽ വേരിയബിൾസ് ആണ്. ഈ വേരിയബിൾസ് എന്താണ്? ഗ്ലോബൽ വേരിയബിൾസ് ആണ്. അപ്പോൾ ഈ ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്താൽ എന്ത് ചെയ്യുക? ഏത് ഫംഗ്ഷനും ആണെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യണ്ട? ഇങ്ങനെ അങ്ങോട്ട് പാസ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പോൾ എന്താ? നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഫംഗ്ഷൻ വിളിക്കുകയാണെങ്കിൽ എന്താ? സം എന്ന് പറഞ്ഞ് വിളിച്ചു. ഇവിടെ സി ഈക്വൽ ടു, ഇവിടെ സി കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ തന്നെ സി പ്രിന്റ് ചെയ്യുക. അപ്പോൾ സം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിളിച്ചു. ഓക്കെ, സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചു, ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ നമ്മളെന്താ പാസ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നില്ല? റിസീവ് ചെയ്യാനും ഒന്നും വേണ്ട. ഇപ്പോൾ ഇവിടെ വോയിഡ് എന്നാണെങ്കിൽ വോയിഡ് സം. ഇവിടെ ഇൻറ്റ് സെറ്റ് വേണ്ട. ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സി ഈക്വൽ ടു എ പ്ലസ് ബി. ഇവിടെ സി ഔട്ട് സി. സി ഈക്വൽ ടു എ പ്ലസ് ബി. ഈ സി എവിടെ? ദ സി ഈക്വൽ ടു എ പ്ലസ് ബി. നേരത്തെ പ്രോഗ്രാം സി ഈക്വൽ ടു എ പ്ലസ് ബി അവിടെ എഴുതാൻ പറ്റൂലായിരുന്നു. ഇവിടെ സി ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് എഴുതാം. എന്നിട്ട് സി ഔട്ട് സി പ്രിന്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ? ഇവിടെ നമ്മളെന്താ? ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എങ്ങനെ മാറ്റണം? വോയിഡ് സം. ക്ലിയർ അല്ലേ? ഇനി ഇത് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യണമെങ്കിൽ, അപ്പോൾ ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല.
ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ സമ്മ് കാണുമ്പോൾ തന്നെ ഈ സിയിൽ എന്ത് ചെയ്തു വാല്യൂ വന്നു. ഇവിടെ സി ഔട്ട് സി കൊടുത്താൽ മതി. ഇപ്പം ഇവിടെ പ്രിന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ സമ്മ് കണ്ടു, ഇവിടെ പ്രിന്റ് ചെയ്യാം. സി കാൽക്കുലേറ്റ് ചെയ്തത് ഈ ഫംഗ്ഷനിലാണ്, സി പ്രിന്റ് ചെയ്തത് എവിടെയാ, ഇവിടെയാണ്. നോ പ്രോബ്ലം. കാരണം എന്താ, എല്ലാ വേരിയബിൾസും എന്താണ്, ഗ്ലോബലാണ്. എല്ലാ വേരിയബിൾസും എന്താണ്, ഗ്ലോബലാണ്. ഓക്കെ. പക്ഷേ ഈ ഗ്ലോബൽ വേരിയബിൾ യൂസ് ചെയ്യുന്നത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, കുറക്കണം. മാക്സിമം വി ഹാവ് ടു അവോയ്ഡ് ദ യൂസേജ് ഓഫ് ഗ്ലോബൽ വേരിയബിൾ. കാരണം എന്താ, വലിയ വലിയ പ്രോഗ്രാമുകളൊക്കെ എഴുതുമ്പോൾ ഈ ഗ്ലോബൽ വേരിയബിൾ അപ്പോൾ ഇവിടെ സി ഇൻ എ ബി കൊടുത്തു, ഇവിടെ സമ്മ് ഫംഗ്ഷൻ വിളിച്ചു. ഇവിടെ നമ്മൾ എ ബി റീഡ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 100 എന്ന് കൊടുത്തു, ബി എന്താ 200 എന്ന് കൊടുത്തു. ഈ ഫംഗ്ഷനിൽ ഒന്ന് ഞാൻ ജസ്റ്റ് വീണ്ടും എന്ത് ചെയ്തു, എൻ്റെ വാല്യൂ മാറ്റി, A10 B20 ആക്കി. സി ഈക്വൽ ടു A + B എന്ന് കൊടുത്തു. ഇവിടെ സിൻ്റെ വാല്യൂ എത്ര, 30 വരിക. ഇവിടെ നമ്മൾ റീഡ് ചെയ്തപ്പോൾ 100ഉം 200ഉം ആയിരുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഫംഗ്ഷനിൽ എൻ്റെയും ബിൻ്റെയും വാല്യൂ മാറ്റി സമ്മ് കണ്ടു. സി പ്രിന്റ് ചെയ്തപ്പോൾ എത്ര പ്രിന്റ് ചെയ്യുക, 30 പ്രിന്റ് ചെയ്യുക. 300 അല്ല റിസൾട്ട് വരിക. കാരണം എന്താ, ഹിയർ ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി ആർ ചേഞ്ച്ഡ്. മനസ്സിലായോ? ദാറ്റ് ഈസ് എന്താ, ഗ്ലോബലായിട്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഏത് ഫംഗ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ദർ ഇസ് നോ റിസ്ട്രിക്ഷൻ ടു ആക്സസ് ദ ഗ്ലോബൽ ഡാറ്റ. ദിസ് ഈസ് ദ വൺ ഓഫ് ദ ഡ്രോബാക്ക് ഓഫ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നൊക്കെ. ഇതാണ് ഇപ്പം എന്താ, ഇവിടെ എയും ബിയും എന്ത് ചെയ്തു, വാല്യൂ മാറ്റി. ദിസ് ഈസ് എന്താ, അപ്പോൾ എന്താ, ഇപ്പോൾ കുറേ ഫംഗ്ഷൻ ഉള്ളൊരു പ്രോഗ്രാം, ഇൻ എ മൾട്ടി ഫംഗ്ഷൻ പ്രോഗ്രാം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഐഡൻറ്റിഫൈ വാട്ട് ഡാറ്റ ഈസ് മോഡിഫൈഡ് ബൈ വിച്ച് ഫംഗ്ഷൻ. ഏത് ഫംഗ്ഷനെ ഏത് ഡാറ്റയാണ് മോഡിഫൈ ചെയ്തത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ എന്താ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം വി ഹാവ് ടു അവോയ്ഡ് ദ യൂസേജ് ഓഫ് ദ ഗ്ലോബൽ വേരിയബിൾ. ക്ലിയർ? അപ്പോൾ ഗ്ലോബൽ വേരിയബിൾ ലോക്കൽ. അപ്പോൾ എപ്പോഴും ലോക്കൽ വേരിയബിൾ യൂസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് പാസ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് നമ്മളെന്ത് ഫോർമൽ പാരാമീറ്റർ ആക്ച്വൽ പാരാമീറ്റർ ഒക്കെ വരും. ഓക്കെ. അപ്പോൾ ഫംഗ്ഷൻ കോളിങ്ങിലുള്ള പാരാമീറ്റേഴ്സിന് എന്താ പറയുന്നത്, ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ ഫംഗ്ഷൻ ഡെഫിനിഷനുള്ള പാരാമീറ്റേഴ്സിന് എന്ന് പറയുന്നത് ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയും. ഇനി നമ്മൾ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്, ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇത് എല്ലാ പരീക്ഷയ്ക്കും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ചിലപ്പോൾ 5 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ഒക്കെ വരാറുണ്ട്. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്, ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്. ഓക്കെ. ഇതെങ്ങനെയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കാം. ഇപ്പോൾ സപ്പോസ് നമ്മൾ 2 നമ്പർ ഉണ്ട്, 2 നമ്പർ ഇൻ്റർചേഞ്ച് ചെയ്യാനുള്ള പ്രോഗ്രാം, 2 നമ്പർ ഇൻ്റർചേഞ്ച് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇൻ്റർചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ എ എന്ന് പറയുന്ന വേരിയബിളിൽ 10 ഉണ്ട്, ബി എന്ന് പറയുന്ന വേരിയബിളിൽ 20 ഉണ്ട്. എന്താ ഇൻ്റർചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, എയിലെ വാല്യൂ 20 ആക്കുക, ബിയിലെ വാല്യൂ 10 ആക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, ഇൻ്റർചേഞ്ച് ചെയ്യുക, സ്വാപ്പ് ചെയ്യുക. ഓക്കെ. ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം. ഓക്കെ. ഇത് വെച്ച് നമുക്ക് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് പറയാം. ഓക്കെ. നമ്മൾ ഈ പ്രോഗ്രാം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, നോക്കാം. ഓക്കെ. യുവർ മെയിൻ, ഐ എം ഡിക്ലെയറിംഗ് 2 വേരിയബിൾസ് എ ആൻഡ് ബി of type integer. This is a local variable. Okay. I am initialized the values of the variables a and b with the values 10 and 20. A 10, b 20 എന്ന് പറഞ്ഞ് initialize ചെയ്തു. Okay. Now, since it is a local variable, okay, and I am printing the values of a and b before swapping, before this function is called. നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിന് മുന്നേ we are printing the values of a and b. What it will be printed, the value a b. a എത്ര പ്രിന്റ് ചെയ്യും, a എന്താ പ്രിന്റ് ചെയ്യുക, a 10 പ്രിന്റ് ചെയ്യും, b എന്ത് പ്രിന്റ് ചെയ്യും, 20 പ്രിന്റ് ചെയ്യും. Okay. Now next I am calling the function. The name of the function is swap. Okay. Here a and b are in local scope. You have to pass the parameters. So we are passing the values of a and b to the function swap. So x ൽ എന്തുണ്ടാവും, x ൽ എത്ര ഉണ്ടാവും, 10, y ൽ എന്തുണ്ടാവും, 20. And I am declaring another variable temp.
ടെമ്പ് എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്തിനാ? ടു ഇൻ്റർചേഞ്ച്. ഇപ്പോൾ ഇതാണ് എക്സ്, ഇതാണ് വൈ. അപ്പോൾ A10 B20 ആണ്. ഇത് മെയിനിലുള്ള വേരിയബിൾസ് ആണ്. ഈ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു? എക്സിലോട്ടും വൈയിലോട്ടും പാസ് ചെയ്തു. അപ്പോൾ എക്സിൽ എന്താ 10, വൈയിൽ എന്താ 20. എക്സിൽ 10 കോപ്പി ചെയ്തു, വൈയിൽ 20 കോപ്പി ചെയ്തു. AB വേറെ മെമ്മറി ലൊക്കേഷനാണ്, XY വേറെ മെമ്മറി ലൊക്കേഷനാണ്. ഐ എം ഡിക്ലെയറിംഗ് അനദർ ടെമ്പററി വേരിയബിൾ ടെമ്പ്. അപ്പോൾ ടെമ്പ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടെമ്പിൽ എന്തായി? 10 സ്റ്റോർ ചെയ്തു. ശരിയല്ലേ? ടെമ്പ് ഈക്വൽ ടു എക്സ്, ടെമ്പിൽ 10 സ്റ്റോർ ചെയ്തു. എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ എന്തായി? എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ എക്സിൽ എന്ത് ചെയ്തു? വൈൻ്റെ വാല്യൂ ആയി. വൈയിൽ എന്തായി? എക്സിൽ എന്തായി? 20 ആയി. ദെൻ വൈ ഈക്വൽ ടു ടെമ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് പോയി. അപ്പോൾ വൈയിൽ എന്തായി? 10 ആയി. ഓക്കെ. ഇവിടെ ഇപ്പോൾ എക്സും വൈയും പ്രിൻ്റ് ചെയ്ത് എന്താ പ്രിൻ്റ് ചെയ്യുക? ഇവിടെ സി ഔട്ട് എക്സ് വൈ ഇങ്ങനെ പ്രിൻ്റ് ചെയ്തു. എന്ത് സംഭവിക്കും? എക്സിലും വൈയും എക്സ് 20 പ്രിൻ്റ് ചെയ്യും, വൈ 10 പ്രിൻ്റ് ചെയ്യും. ശരിയല്ലേ? കാരണം എക്സിലും വൈയിലാണ് നമ്മൾ എന്ത് ചെയ്തത്? വാല്യൂ മാറ്റി. ഓക്കെ. ഈ ഫംഗ്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇനി ഇവിടെ നമ്മൾ ഇതിപ്പോൾ പ്രിൻറ്റ് ചെയ്യുന്നില്ല ചോദിച്ചു. നമ്മൾ ഇവിടെയാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഇവിടെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ? സി ഔട്ട് ആഫ്റ്റർ സ്വാപ്പിംഗ്. നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്തതിനു ശേഷം ആഫ്റ്റർ സ്വാപ്പിംഗ് അഗൈൻ വി ആർ പ്രിൻറ്റിംഗ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി. എയും ബിയും പ്രിൻറ്റ് ചെയ്തു. എയും ബിയും പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രിൻറ്റ് ചെയ്യുക? എയും ബിയും പ്രിൻറ്റ് ചെയ്യുമ്പോൾ എയിലും ബിയിലും മാറിയിട്ടുണ്ടോ? എയിലും ബിയിലും വാല്യൂസ് മാറിയിട്ടുണ്ടോ? ഇല്ല. എയിലും ബിയിലും വാല്യൂസ് മാറിയിട്ടില്ല. വാല്യൂസ് മാറിയത് ഏതിലാ? എക്സിലും വൈയിലോ. അതായത് ഫോർമൽ പാരാമീറ്റേഴ്സിലാണ്, ഫോർമൽ ആർഗ്യുമെൻസിലാണ് എന്ത് ചെയ്തത്? വാല്യൂ മാറിയത്. ആക്ച്വൽ ആർഗ്യുമെൻസിൽ, അതായത് ഈ കോളിംഗ് ഫംഗ്ഷനിൽ വെച്ചാൽ ഈ എ ബിയിൽ എന്ത് ചെയ്തിട്ടില്ല? വാല്യൂസ് മാറിയിട്ടില്ല. ക്ലിയർ അല്ലേ? ഹിയർ എന്റെ ബിന്റെ വാല്യൂ അപ്പോഴും എന്തുതന്നെയാണ്? 10ഉം 20ഉം തന്നെയാണ്. അതായത് ഇവിടെ വരുത്തിയ മാറ്റം എവിടെ റിഫ്ലക്റ്റ് ചെയ്തില്ല? ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ. ഇങ്ങനെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിനാണ് പറയുന്നത് കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. എന്താണ് കോൾ ബൈ വാല്യൂ? ദാറ്റ് ഈസ് വി ആർ കോളിംഗ് ദ ഫംഗ്ഷൻ. Calling the function by passing the values of the variable. Okay, here any changes made in the function does not reflect in the main program. Okay, ഇവിടെ വരുത്തിയ മാറ്റം എവിടെ റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല? ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല. This type of function call is called call by value. That is, in call by value method, we are calling the function by passing the value of the variable, by passing the values of the variable. Okay, here the changes made to the formal parameters, formal arguments does not reflect to the actual arguments. Actual arguments ne endu cheyyunilla? Reflect cheyyunnilla. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ പ്രോഗ്രാം ഇങ്ങനെ കോൾ ബൈ വാല്യൂ മെത്തേഡിൽ നമ്മൾ ഈ വേരിയബിൾ പാസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ എന്താ? ഇവിടെ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും അത് എവിടെ റിഫ്ലക്റ്റ് ചെയ്തില്ല? ഇവിടെ റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ദിസ് മെത്തേഡ് ഇസ് കോൾഡ് എന്താണ്? കോൾ ബൈ വാല്യൂ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഈ പ്രോഗ്രാമിൽ ഒരൊറ്റ മാറ്റം, ഈ നമ്മൾ കഴിഞ്ഞ ഡിസ്കസ് ചെയ്തതിലുള്ള ഒരൊറ്റ മാറ്റമുള്ളൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ഈ ഡാറ്റ ടൈപ്പിൻ്റെ വേരിയബിളിൻ്റെ ഇടയിൽ നമ്മളത് ആംബസൻഡ് സിമ്പിൾ കൊടുത്തു. ഇൻറ്റ് ആംബസൻഡ് എക്സ് കോമ ഇൻറ്റ് ആംബസൻഡ് വൈ. ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ ഒരു ആംബസൻഡ് സിമ്പിൾ ഒന്ന്, ഇതിപ്പോൾ കാൾ ബൈ റെഫറൻസ് ആയി. ഇതെന്തായി? കോൾ ബൈ റെഫറൻസ് ആയി. ഓക്കെ, ഇങ്ങനെ ആംബസൻഡ് കൊടുത്താൽ എന്താ? സെയിം മെമ്മറി ലൊക്കേഷൻ തന്നെയാണ് എയും ബിയും അതുപോലെ തന്നെ എക്സും വൈ. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് റെഫറൻസ് വേരിയബിൾ എന്ന് പറയും. എന്താണ് റെഫറൻസ് വേരിയബിൾ? അതായത് റെഫറൻസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ സെയിം മെമ്മറി ലൊക്കേഷൻ തന്നെ രണ്ട് പേര്. ഈ എ ബി തന്നെയാണ് എന്തുമായിട്ട് വരുന്നത്? എക്സും വൈയും ആയിട്ട് തന്നെ വരുന്നത്. അപ്പോൾ
സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ ഷെയർ ചെയ്യല്ല, സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ അല്ല എടുക്കുന്നത്, ഒരേ മെമ്മറി സെയിം മെമ്മറി ലൊക്കേഷൻ തന്നെ ഷെയർ ചെയ്യും. ആംബസിൻ്റെ സിമ്പിൾ കൊടുത്താൽ മതി. ദിസ് ഈസ് കോൾ ബൈ റെഫറൻസ്. ഇനി നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്താൽ എന്താ, ഇപ്പോൾ സെയിം മെമ്മറി ലൊക്കേഷൻ തന്നെ ഷെയർ ചെയ്യുമ്പോൾ എക്സിലും വൈയിലും വരുത്തിയ മാറ്റം എവിടെ റിഫ്ലക്റ്റ് ചെയ്യും? എയിലും ബിയിലും കൂടെ റിഫ്ലക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഇപ്പോൾ ഇവിടെ എ ബി പ്രിൻ്റ് ചെയ്യുമ്പോൾ 10 20 പ്രിൻ്റ് ചെയ്യും. ഇവിടെ എക്സും വൈയിലും മാറ്റം വരുത്തിയതിന് ശേഷം വീണ്ടും എ ബി പ്രിൻ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? 20 10 എന്ന് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, അതായത് റഫറൻസ് വേരിയബിൾ യൂസ് ചെയ്യുമ്പോൾ സെയിം മെമ്മറി ലൊക്കേഷൻ തന്നെയാണ് ഏത്? എയും എക്സും സെയിം മെമ്മറി ലൊക്കേഷനാണ്, ബിയും വൈയും എന്താണ്? സെയിം മെമ്മറി ലൊക്കേഷൻ. മറ്റേത് എന്തായിരുന്നു? എ ബി വേറെ, എക്സ് വൈ വേറെ ആയിരുന്നു, വേറെ ഒരു കോപ്പി ആയിരുന്നു. കോൾ ബൈ വാല്യൂയിൽ എക്സും വൈയും എന്തായിരുന്നു? വേറൊരു മെമ്മറി ലൊക്കേഷനായിരുന്നു. ഓക്കെ, റഫറൻസ് വേരിയബിൾ യൂസ് ചെയ്താൽ എന്ത് ചെയ്യുക? ദ സെയിം മെമ്മറി ലൊക്കേഷൻ ഈസ് ഷെയർഡ്. അപ്പോൾ എക്സും വൈയിലും വരുത്തിയ മാറ്റം എവിടെ റിഫ്ലക്റ്റ് ചെയ്യും? എയിലും ബിയിലും റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, കോൾ ബൈ റെഫറൻസിൻ്റെ 2 തരണ്ട്. ദിസ് ഈസ് യൂസിങ് റെഫറൻസ് വേരിയബിൾ. പിന്നെ എന്താ, അഡ്രസ്സ് പാസ് ചെയ്ത് പോയിന്റർ വെച്ചിട്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റും കൂടെ ഉണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, അതുകൊണ്ട് നമ്മളിവിടെ പറയുന്നില്ല. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ എന്താ, ഇൻ കോൾ ബൈ റെഫറൻസ്, അപ്പോൾ എന്താ കോൾ ബൈ റെഫറൻസ് എന്താ? ഇൻ കോൾ ബൈ റെഫറൻസ് വി ആർ using reference variable. We are using reference variable. Since we are using reference variable, the changes made to the formal arguments, will be reflected to the actual arguments. Actual argumentന് എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. മാറ്റം എന്തേ ഉള്ളൂ? ഈ ഒരു ആംബസെൻ്റ് സിമ്പിൾ മാത്രം. ഡാറ്റ ടൈപ്പിനും വേരിയബിളിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ആംബസെൻ്റ് സിമ്പിൾ കൊടുത്താൽ ഇതെന്തായി? കോൾ ബൈ റെഫറൻസ് ആയി. ഓക്കെ, ഈ ആംബസെൻ്റ് സിമ്പിൾ കൊടുത്തിട്ടില്ലെങ്കിൽ അതെന്തായി? കോൾ ബൈ വാല്യൂ ആയി. അപ്പോൾ എന്താ, ഇവിടുത്തെ മാറ്റം ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യൂല. ആംബസെൻ്റ് സിമ്പിൾ കൊടുത്താൽ എന്താ, ഇവിടുത്തെ മാറ്റം ഇവിടെ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്. ഓക്കെ, നമ്മളൊന്ന് ഫംഗ്ഷനാണ് ഡിസ്കസ് ചെയ്ത്. ഫംഗ്ഷൻ 2 തരം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ബിൽറ്റ് ഇൻ ഫംഗ്ഷനും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഇപ്പോൾ പാരാമീറ്റർ ഒന്നും ഇല്ലാതെ ഹലോ വെച്ചൊരു പ്രോഗ്രാം ചെയ്തു, അത് പറഞ്ഞു. പിന്നെ നമ്മൾ ഫംഗ്ഷൻ വിളിക്കുന്ന ഓർഡറിലാണ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്താ, മെയിൻ കഴിഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യുന്നു, മെയിനിൻ്റെ മുകളിൽ ഡിഫൈൻ ചെയ്യുന്നത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞിരുന്നു. പ്രോട്ടോടൈപ്പ് ഡിക്ലെയർ ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? പിന്നെ വാല്യൂസ് പാസ് ചെയ്യാം, പാരാമീറ്റർ പാസിംഗ് മെക്കാനിസം പറഞ്ഞിരുന്നു. ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്, ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് അത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? കോൾ ബൈ വാല്യൂ പറഞ്ഞു, കോൾ ബൈ റെഫറൻസ് പറഞ്ഞു. ഓക്കെ, ഇത് പിന്നെ വളരെ ബേസിക് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഈ ഭാഗത്തുനിന്ന് പിന്നെ അത്യാവശ്യം മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.